നമ്മുടെ ഈ വർഷത്തെ ഭഗവതിമാരുടെ ചേരിയാട്ടമായ കതിര് കുമ്മാട്ടി കന്യാർകളി വേല ഉത്സവത്തിൻ്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യപടിയായി നമ്മൾ കതിരുത്സവം ആഘോഷിച്ചു. നമ്മുടെ ആചാരപ്രകാരം കതിരുത്സവം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ഒരുക്കിയിരിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് ശേഷം ഈ ചടങ്ങ് വയ്ക്കുന്നു. ഇന്ന് അതിൻ്റെ നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് സ്വാഗതം പറയുന്നതിനായി PK സമിതി ഭാരവാഹി ശ്രീ മുരളിയേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പട്ടപകിരോവേശയും കുമ്മാട്ടിയും ചുവന്ന ജല രുചി പണിപോടും കൈയിലെ മന്ന സ്വരവഞ്ഞോ ദേശം ആവേശമായി മന്ദമേ അമ്മേ ദേവി ലോകമാതാവേ കാളിയമ്മേ ലോക പരമേശ്വരിയേ ലോക പരമേശ്വരിയേ. ഈ സന്നിധിയിൽ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പൂക്കുകയും ചേരിയാട്ടം 2026 കതിർ കുമ്മാട്ടി കളി വേല ഉത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മന്നത്ത് മുത്തയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ അധ്യക്ഷത്തിനായിട്ട് ശ്രീ S പ്രദീപ് കിഴിക്കാരനെ സ്വാഗതം ചെയ്യുകയായിരുന്നു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഉദ്ഘാടനം നമ്മുടെ ദേശക്കാരന് അഡ്വക്കേറ്റ് മധുസൂദൻ നായർ എന്ന മധുവട്ടെ സ്വാഗതം ചെയ്യുകയാണ്. നോട്ടീസ് പ്രകാശനം മധുവട്ടെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഗോപിനാഥ മേനോൻ എന്ന ശാന്തേട്ട TKSS സമിതിയുടെ പ്രസിഡന്റ്, തിരുവല്ലാമത്തെ ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തത് ശ്രീ കലാധരൻ വിവിധ സമുദായ കമ്മിറ്റി പ്രസിഡന്റ്, അദ്ദേഹം എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല, അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. ശ്രീ രമേശാണ് സെക്രട്ടറി. ശ്രീ രമേശിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് എല്ലാവരെയും വിവിധ സമുദായത്തിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ശ്രീ P ഉണ്ണിയേട്ടയാണ്. ഉണ്ണിയേട്ടയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ദേശം പ്രസിഡന്റ് പാലക്കാട് ശ്രീ രാമേന്ദ്രൻ മേനോൻ, അതിനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീ ആശംസാ പ്രശംസനായ ശ്രീ ഗോപിനാഥ മേനോൻ അവരെ ക്ഷണിക്കുന്നു. പിന്നെ ഒരുപാട് പേര് ആശംസാ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ശ്രീ രാമേന്ദ്രൻ മേനോൻ, ശ്രീ കലാധരൻ അവർ, ശ്രീ ശിവകുമാരൻ നായർ, ശ്രീ രവീന്ദ്രൻ അവർ, ശ്രീ M കലാധരൻ, ശ്രീമതി വിമല നായർ, ശ്രീമതി ലളിത ജയരാജ്, ശ്രീ ജയരാജ് വൈമേറ്റതി, CS മുകുന്ദൻ, ശ്രീ K വേണു, ശ്രീ സന്തോഷ് ചാളക്കർ, ശ്രീ മോഹൻ, ശ്രീ അജയ്, ഇവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ചേരിയാട്ടം 2026 കതിർ കുമ്മാട്ടി കളി വേല ഉത്സവം വളരെ ഭംഗിയായി നമുക്ക് എല്ലാ വർഷത്തെ പോലും ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ടവട്ടങ്ങളോടുകൂടി എല്ലാ വർഷവും നടക്കുന്ന പോലെ നല്ല രീതിയിൽ നടക്കാൻ നിങ്ങളുടെ ഏവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഞാൻ മൈക്ക് അധ്യക്ഷൻ ശ്രീ പ്രദീപിനെ കിഴിക്കാരനായ ശ്രീ അധ്യക്ഷൻ ശ്രീ S പ്രദീപിനെ കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നമ്മുടെ ദേശക്കാരനവരും ഇന്നത്തെ ഈ നോട്ടീസ് പ്രകാശനം ചെയ്യുന്ന ആളുമായ നമ്മുടെ മധുവട്ട, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്വാഗതം പറഞ്ഞ മുരളിയേട്ടൻ, ശ്രീ TK സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥ മേനോൻ, വിവിധ സമുദായം പ്രസിഡന്റ് ശ്രീ കലാധരൻ വരാൻ പറ്റിയില്ല, പക്ഷെ അതിന് പകരം അവരുടെ സെക്രട്ടറി ശ്രീ രമേശ്, ശ്രീ P ഉണ്ണി അവർ, ദേശസമിതിയുടെ പ്രസിഡന്റ് ശ്രീ T രാമേന്ദ്ര മേനോൻ,
YMA പ്രതിനിധീകരിച്ചുള്ള ശ്രീരാജ്, നെപ്റ്റ്യൂൺ പ്രതിനിധി എസ് മുകുന്ദൻ, ശ്രീ വേണു, ശ്രീ സന്തോഷ് ചാലക്കൽ, ശ്രീ അജോയ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ നമ്മുടെ ദേശത്തു നിന്ന് എത്തിയ എല്ലാ ഉത്സവപ്രേമികളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യാൻ. നമുക്കറിയാം, 2 വർഷത്തിൽ വരുന്ന വടവന്നൂരിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് നമ്മുടെ ചേരിയാട്ടം, ഭഗവതിമാരുടെ ചേരിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കതിര്, കുമ്മാട്ടി, കണ്യാർകളി, വേല. തീർച്ചയായിട്ടും ഇത്രയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുള്ള ഒരാഴ്ച പരമാവധി, അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസം, ഇത് തീർച്ചയായിട്ടും വലിയൊരു ഉത്സവമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. 2 വർഷത്തിൽ ഒരിക്കലും ആചരിക്കുന്നുവെങ്കിലും നമ്മളതിന് ഒരു കുറവും വരുത്താറില്ല. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഇതുവരെയും നടന്നുവെങ്കിലും ഇപ്രാവശ്യവും നമ്മളതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കതിര് വളരെ മനോഹരമായി നമ്മൾ ആഘോഷിച്ചു. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ കതിര്. നമ്മുടെ കുട്ടികളാണെങ്കിലും ശരി, വയസ്സായ മുതിർന്നവർ, സ്ത്രീകൾ, എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ടാണ് അത് ഇത്രയും വിജയമായത്. തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ നമ്മൾ കുമ്മാട്ടിയും വളരെ മനോഹരമാക്കണം. നമ്മൾ സാധാരണ കുമ്മാട്ടികൾക്ക് പൂവും മറ്റൊക്കെ ഷോർട്ടേജ് ഉണ്ടെങ്കിലും നമ്മളെല്ലാം തരണം ചെയ്ത് പരമാവധി ധാരാളം കുമ്മാട്ടികൾ, കൂടുതൽ വലിയ നിലയിലെ കുമ്മാട്ടികളൊന്നും ഞാൻ പറയുന്നില്ല, കുമ്മാട്ടികളുടെ എണ്ണം കൂട്ടണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഒരുപാട് വലിയ ഹൈറ്റുള്ള കുമ്മാട്ടികളൊക്കെ കുറേ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചന്തുള്ള കുമ്മാട്ടികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയും പിന്നെ കൊച്ചുകുട്ടികളുടെ കുമ്മാട്ടികൾ അത് ധാരാളം വരണം. അതിന് നമ്മളെല്ലാവരും കുറച്ച് കുമ്മാട്ടികൾ കെട്ടിക്കൊടുക്കാം സംഘടിച്ചുള്ളവർക്ക്, അങ്ങനെയാവും. കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും അതിനുള്ള സഹകരണങ്ങൾ ഉണ്ടാവും. കാരണം ധാരാളം കുമ്മാട്ടികൾ വന്നാൽ മാത്രമേ ഭംഗിയുള്ളൂ. കാരണം നമ്മളുടെ ഈ കുമ്മാട്ടി, പൂക്കുമ്മാട്ടി എന്ന് പറയുന്നത് വടവന്നൂരിൻ്റെ മാത്രം ഒരു സ്വത്താണ്. ഇത്രയും നല്ല കുമ്മാട്ടികൾ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അത് നമ്മൾ പഴയ ആചാരങ്ങളനുസരിച്ച് പുല്ലാണിക്കോളും അലകും പൂളപ്പൂവും അരളിയും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഉയരം കൂട്ടാൻ വേണ്ടി ചെറിയ ചിപ്പിടി വിദ്യകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന് എനിക്ക് പറയാനില്ല. അപകടം വരുത്താൻ സാധ്യതയുണ്ട്. TMT കമ്പനികളുടെ പല പരസ്യം പോലെയാണ് ഓരോ കുമ്മാട്ടി. അതൊക്കെ നമ്മൾ ഒഴിവാക്കി പരമാവധി നല്ല ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നല്ല നല്ല കുമ്മാട്ടികൾ വരട്ടെ. വളരെ സ്നേഹ സൗഹൃദമായിട്ട് നടക്കണം. അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ കുമ്മാട്ടി മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നല്ല എഴുന്നള്ളത്തുകളും പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല ആനകൾ, അതും പരമാവധി നല്ല ആനകൾ തന്നെയാണ് ഇപ്രാവശ്യം വരുന്നത്. മോശം വരാൻ വഴിയില്ല. പരമാവധി ഇപ്പം ഇതുവരെയുള്ള ഇതനുസരിച്ച് നല്ല നല്ല ആനകളാണ് നമ്മുടെ മന്തുമുദ്ര തിടമ്പേറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാ ഉത്സവങ്ങൾക്കും എന്തെങ്കിലും ഒരു പുതിയ കലാരൂപങ്ങളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പണ്ട് മുതൽക്ക് തന്നെ പ്രാചീന കലാരൂപങ്ങൾ മുതൽക്ക് ഒലക്ക നൃത്തവും മറ്റേ പല അങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലും യങ്സ്റ്റേഴ്സിനെ കയ്യിലെടുക്കാനുള്ള ചെറിയ ചെറിയ ഹിന്റ് മാത്രമേ നമ്മൾ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നേരിട്ട് എല്ലാ സസ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള ഒരു ഇത് പോവല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതുമൊക്കെ എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന വിധത്തിലാണ് ഇപ്രാവശ്യം നമ്മൾ സജ്ജീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കന്യാർകളി വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കളരി പന്തലിടാൻ പോകുന്നുണ്ട്. നമ്മൾ കുട്ടികളെ നേരത്തെ തന്നെ പഠിപ്പിക്കാൻ മനസ്സിലുള്ള കുട്ടികളെ വരണം. അതുമാതിരി കളി അറിയുന്ന സീനിയർ കുട്ടികളെ അവരെ പഠിപ്പിക്കാൻ വരണം. ഇതെല്ലാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയരുത്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ ഈ ചേരിയാട്ടം ഭംഗിയാവുള്ളൂ. ഒരു കിഴിക്കാരെന്നുള്ള നിലയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഇന്നത്തെ പ്രാവശ്യത്തെ നോട്ടീസിൽ ഏകദേശം വലിയൊരു കമ്മിറ്റി അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലവർ ഞാനിത് 3ാമത്തെ വർഷമാണ് മന്തുമുത്തി ഒരു സന്ദർഭം തരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ധാരാളം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഒരു കുമ്മാട്ടി മന്നമുള്ളി വഴിക്ക് പെട്ടെന്ന് കയറുക, നമ്മളുടെ കുമ്മാട്ടി എത്തിയിട്ടില്ല. അപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു പോയി. ഞാൻ അങ്ങനെ പോയി സമയമായിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ വളരെ വിനയത്തോട്, അയ്യോ ഞങ്ങൾ വന്നു എന്നേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം, നിങ്ങളുടെ മുഴുവൻ സമയം കൊട്ടി തീർത്ത ശേഷം ഞങ്ങൾ കയറി വരല്ലോ എന്ന് എത്ര ബഹുമാനത്തോടുകൂടി ആ ഒരു ടീം അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും സ്നേഹ സൗഹൃദത്തോടുകൂടി വിവിധ സമുദായങ്ങളും നമ്മളും കൂടി നടത്തിക്കൊണ്ടു പോകണം. ആ കുമ്മാട്ടി വളരെ ഗംഭീരമാക്കട്ടെ. അതിനെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ഒത്തൊരുമ, വലിയൊരു സാമ്പത്തികം വരുന്നുണ്ട്. നമുക്കറിയാം കാലത്തിനനുസരിച്ച് ഓരോ ആനയുടെ ആവട്ടെ, വാദ്യങ്ങളാവട്ടെ, മറ്റുള്ള എല്ലാം നല്ലൊരു സാമ്പത്തിക ബാധ്യത. ഒരു 50-60 ലക്ഷം ഉറുപ്പ്യ നമ്മൾ പിരിച്ചെടുത്താൽ മാത്രമേ ഈ ഉത്സവം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും പല സ്പോൺസർമാരുടെ സഹായങ്ങൾ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിചയക്കാരാവാം, ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം,
അങ്ങനെ ദേശമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാരണം സാമ്പത്തികം ഒരു വലിയ ബാധ്യതയാണ്. നമുക്ക് വലിയൊരു ഉത്സവമാണ് 2 കൊല്ലത്തിലല്ലേ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അവനവനെ കൊണ്ടാവുന്ന പരമാവധി സഹായ സഹകരണങ്ങൾ തരാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായ വരവ് ചെലവുകൾ ഉത്സവം കഴിഞ്ഞ് നമ്മൾ എല്ലാ പ്രാവശ്യവും അവതരിപ്പിക്കാറുണ്ട്. ഇപ്രാവശ്യം അതേപോലെ തന്നെ കൃത്യമായ വരവ് ചെലവുകൾ തന്നെയായിരിക്കും, അതിലൊന്നും യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ മധുവോട്ടനാണ്. മധുവോട്ടെ അറിയാം, ഈ വയസ്സിലും വളരെ ചെറുപ്പത്തോടുകൂടി നമ്മുടെ ഏത് പ്രവൃത്തിയിലും, ഇപ്പോൾ അമ്പലത്തിലായിക്കോട്ടെ എന്തിനും തന്നെ മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന നമ്മുടെ ദേശക്കാരനൊരു നമുക്കൊരു അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹമാണ് നമ്മളുടെ ഇന്നത്തെ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നതിനും ആദരപൂർവ്വം സ്നേഹപൂർവ്വം മധുവോട്ടനെ ക്ഷണിക്കുന്നു. മന്നത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോട്ടീസ് പ്രകാശന പുണ്യകർമ്മം നിർവഹിക്കുകയാണ്. ആദ്യ പ്രതി ഏറ്റുവാൻ ശാന്തേട്ടനെ ക്ഷണിക്കാം. അതിന്റെ പുറത്തുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ. ദേശക്കാരനോടും ചേരിയാട്ടത്തിന്റെ രക്ഷാധികാരിയുമായ ശ്രീമാൻ അഡ്വക്കേറ്റ് മധുവട്ട, മറ്റ് ഇന്നത്തെ കുമാരത്തിന് 7ാം ഉത്സവത്തിന്റെ ന്യായ സമുദായത്തിൽ തുടർന്ന് ചെയ്തുകൊണ്ട് വിജയപ്രദമാക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചേരിയാട്ടം എന്ന ഉത്സവത്തിന്റെ ആദ്യഘട്ടമായ കഥകളി ഉത്സവത്തെ ഇരു സമുദായക്കാരും ചേർന്ന് വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. നമ്മൾ ഏതിൻ്റെ ഇരു സമുദായം എന്ന് പറയാറുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള പല ദേശക്കാരും അതിശയിക്കത്തക്ക വിധത്തിൽ വളരെ ഐക്യത്തോടെ ഇത്രയും വർഷങ്ങൾ നാം മന്നത്ത ഭഗവതി ഉത്സവം നടത്തി വന്നിട്ടുള്ളത് ആണ്. ഈ ഐക്യം തുടരും. ഇനിയും പല വർഷങ്ങൾ ഈ ഐക്യം തുടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മന്നത്തമുത്തി അതിനായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞ നമ്മുടെ ഉത്സവത്തെ നടത്തുന്നത് അതേ രീതിയിൽ തന്നെ നടത്തുന്നത് കഠിനമാണെങ്കിലും നാം പരമാവധി അതേ രീതിയിൽ തന്നെ നടത്തി വരുത്തുന്നുണ്ടെന്നത് സത്യമാണ്. ഓരോ വർഷവും ചിലവുകൾ കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ആനകളുടെ കുറവ്, ഏക്കത്തുകയിലെ കൊണ്ട് കുതിച്ചു കയറ്റം, പടക്കം പൊട്ടിക്കുന്നതിൽ പല കഷ്ടങ്ങൾ, അതിനു പുറമെ ഇപ്രാവശ്യം സുമാർ 50 ലക്ഷത്തോളമുള്ള രൂപ പിരിച്ചെടുക്കേണ്ട നിർബന്ധം എല്ലാം കൊണ്ടും കീഴ്ക്കാരന് മനോവിഷമം തന്നെയാണ്. പൊതുവെ സ്നേഹസമ്പന്നരായ വടവന്നൂരിൽ താമസമുള്ള വടവന്നൂരിയൻസും മറ്റു ഭക്തജനങ്ങളും അതിനുമുപരിയായി വടവന്നൂരിന് പുറത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ജീവിക്കുന്ന വടവന്നൂരിയൻസും നിന്റെ ചുറ്റുമുള്ളപ്പോൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, വടവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കത്തക്ക കാരണങ്ങളിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വടവന്നൂരിൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുമ്മാട്ടി ഉത്സവമാണ്.
വളരെയധികം ചടങ്ങുകൾ കൊണ്ട് സമ്പുഷ്ടമായതും ആചാരാനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഉത്സവം എന്ന നിലയിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഉത്സവം. അതായത് ഒരു കൂട്ടായ്മയുടെ ഉത്സവം. അപ്പോൾ അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെട്ടു എല്ലാവർക്കും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന രീതിയിലുള്ള നടത്തിപ്പിലൂടെ ഈ ഉത്സവം എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉയർത്തപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദേശസമിതി കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയും ഇപ്പോൾ പ്രദീപ് സൂചിപ്പിച്ച പോലെയും ഏറ്റവും കൂടുതൽ കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ ധാരാളം കുമ്മാട്ടികൾ വേണം. അതിന് കൂടുതൽ വലിയ കുമ്മാട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്നതിലും ഭേദം ചെറിയ ചെറിയ കുമ്മാട്ടികൾ കൂടുതൽ എണ്ണം എടുത്തുകൊണ്ട് അതിന് പ്രായമൊന്നും നോക്കാനില്ല. എല്ലാ പല കുമ്മാട്ടി കഴിഞ്ഞ കുറേ കുമ്മാട്ടികളിൽ അവസാന ദിവസങ്ങളിലൊന്നും കുമ്മാട്ടിയില്ല. അപ്പോൾ 7ാം ദിവസം നടക്കുന്ന കുമ്മാട്ടിയിലും ഒരു കുമ്മാട്ടിയിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ കുമ്മാട്ടികൾ വരുന്ന രീതിയിൽ നമ്മൾ അതിനുവേണ്ട ശ്രമം നടത്തണം. വരാൻ പറ്റുന്നവരല്ല അതിലുള്ളതെല്ലാം, എങ്കിലും എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാവാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് അതുപോലെ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള വികാരമായാണ് നമ്മൾ ആഘോഷിക്കുക. എല്ലാ പ്രദേശത്തും പല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോയ ആളുകൾ മുഴുവനും ഈ സമയങ്ങൾ നോക്കിയാണ് ലീവെടുത്ത് നമ്മൾ ഈ ദേശങ്ങളാണ് നടത്തുന്നതെങ്കിലും വളരെ സൗഹൃദപരമായാണ് എല്ലാ വിഷയങ്ങളിലും പരസ്പരം ധാരണയായാണ് നടത്തിവരാറ്. സമയബന്ധിതമായി തന്നെ കുമ്മാട്ടി സമയങ്ങൾ ക്രമീകരിച്ചാണ് നമ്മൾ നടത്തിവരാറ്. കൃത്യമായും സമയം പാലിച്ചുകൊണ്ട് തന്നെ നടത്തും. അല്ലെങ്കിൽ നടത്താനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പു നൽകും. അത് നടത്താൻ നടക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ കുമ്മാട്ടികളിൽ ഞങ്ങളെ സംബന്ധിച്ചോളം 8 ദേശങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കുമ്മാട്ടികൾ ആയി വരുന്നത്. 8 ദേശങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ പ്രദേശങ്ങളാണ്. ഒരുപാട് 18ഓളം പ്രദേശങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ 20-25ഓളം പ്രദേശങ്ങളിൽ നിന്നാണ് കുമ്മാട്ടികൾ വരാറുള്ളത്. അതെല്ലാം നിയന്ത്രിച്ച് പോവുക എന്ന് പറയുന്നതും അത് നമ്മുടെ സമയങ്ങൾ വളരെ പരിമിതമായ സമയങ്ങളിലാണ് നമ്മൾ നടത്തിക്കൊണ്ട് വരാറുള്ളത്. വലിയ പ്രയാസത്തിലാണെങ്കിലും ഇരുവഴിക്കാരുടെയും സഹകരണങ്ങൾ ഉള്ളത് കൊണ്ട് വലിയ തോതിൽ അത് നടത്തി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നമ്മുടെ ചേരിയാട്ടത്തിൻ്റെ നോട്ടീസ് പ്രകാശനം കഴിഞ്ഞ് അടുത്ത് തന്നെ എല്ലാവർക്കും കോപ്പി കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് എല്ലാ പ്രോഗ്രാമുകളും എല്ലാ ചട്ടങ്ങളും നടത്തിത്തരുവാൻ മന്നത്തുകുട്ടി അനുഗ്രഹിക്കട്ടെന്ന് എൻ്റെ ആശംസകൾ ഈ ഉത്സവത്തിന് വേണ്ടി അർപ്പിക്കുന്നു. മന്നത്തുമ്മ അടുത്ത ആശംസ അർപ്പിക്കുന്നതായി ദേശം ദേശാവതരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രവികേന്ദ്രൻ ക്ഷണിക്കും. മന്നത്ത ഭഗവതി സഹായം ഇവിടെ 2026 ചേരിയാട്ടത്തിനോടനുബന്ധിച്ച് ഇവിടെ ഈ നോട്ടീസ് പ്രകാശന വേളയിൽ ഇവിടെ സന്നിഹിതനായാൽ സാധിച്ചതിൽ മന്നത്ത് ഭഗവതിയോട് പ്രത്യേകം എനിക്ക് പ്രാർത്ഥനയുണ്ട്. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദ്യമായി നമ്മുടെ 2 വർഷത്തെ ചുരുക്കം നടത്താറുള്ള നമ്മുടെ യുവജനങ്ങൾ ഇതിൽ പങ്കെടുത്ത് ആവേശഭരിതമായി പങ്കെടുത്ത് ഈ ചേരിയാട്ടം 2026 ചേരിയാട്ടം
വളരെ വിശിഷ്ടമായി വളരെ ആവേശഭരിതമായി എല്ലാവർക്കും സന്തോഷപൂർവ്വം ഈ ഭഗവതിമാരുടെ സമയം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ വേളയിൽ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ഈ വേദിയാട്ടത്തിനും എല്ലാ സഹകരണങ്ങളും ഉണ്ടാവാൻ എല്ലാ ഇതിൽ സന്നിഹിതരായിരിക്കുന്നവരും ദൂരെയുള്ളവരും സഹകരിച്ച് ഇന്നത്തെ കീഴെടുത്ത നമ്മുടെ പ്രതി അവരുടെ കൈത്താങ്ങായി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ ഈ ഞാനൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. പെട്ടെന്ന് പ്രദീപ് പറഞ്ഞു എന്നോട് 2 വാക്ക് പറയണം, അതിനനുസരിച്ച് സംസാരിച്ചാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഈ ചേരിയാട്ടം വളരെ ഗംഭീരമാക്കണം. ഇതിനോടനുബന്ധിച്ചുള്ള കുമ്മാട്ടിയും കന്യാറുകളെയും മറ്റ് വിശേഷങ്ങളും അനുഷ്ഠാനപൂർവ്വം ആചാരവും ആഘോഷമാക്കി മാറ്റി എല്ലാവരും പങ്കെടുത്ത് വളരെ വിശിഷ്ടമാണ്. കഴിഞ്ഞ വർഷം ശരിയെടുത്തതിൻ്റെ അനുഭവസ്ഥലുള്ള നിലയ്ക്കായിരിക്കും ഇപ്രാവശ്യം ആശംസ പറയാൻ പറഞ്ഞത്. അതിനകത്തേക്ക് നന്ദിയുണ്ട്. 3 വെല്ലുവിളികളാണ്. ആദ്യത്തെ വെല്ലുവിളി 20 ലക്ഷം, 20 ദിവസം 50 ലക്ഷം, ഒരു ദിവസം 2.5 ലക്ഷം. ഇതാണ് ആദ്യത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി പടക്കം പൊട്ടിക്കുക, അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ വെല്ലുവിളി ആന സമയത്ത് വരിക പറഞ്ഞാൽ. ഇത് 3 വെല്ലുവിളിയാണ്. കഴിഞ്ഞ വർഷം എന്നെ എഴുതിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പടക്കത്തിൽ മാനിയിൽ മാത്രം ഒരു ഉറപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല. പ്രദീപ് പറഞ്ഞ 3 മാസം. 3 മാസമൊന്നുമല്ല, പണിഞ്ഞപ്പോൾ തുടങ്ങി. മിന്നാന്ന് വക്കീലിന്റെ ചേംബറിലാണ് ഞാൻ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വക്കീല് നമ്മൾക്ക് ചോദിച്ചത് ഉത്സവങ്ങളെ കുറിച്ച് ചോദിച്ചു, എത്ര കാലമായി ചോദിച്ചു. ഞാനൊരു 800 കൊല്ലമായി ചോദിച്ചു. ശരിക്കല്ല, സത്യമാണ്. സാമൂതിരിയുടെ കഥ തൊട്ടിട്ട് തുടങ്ങി അയാൾ അംഗം വിട്ടു. അപ്പോൾ അത് എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോടതി ഇതിയുടെ ഡിഗ്രി തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിൽക്കാനുള്ള കാരണം പിന്നീട് തുടങ്ങിയത് എങ്ങനെയെന്നൊക്കെ പറയാൻ പറ്റും. നമ്മളൊരു ചരിത്രം തന്നെയാണ് പറഞ്ഞത്. ഒരു കൊല്ലം കുമ്മാട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുമ്മാട്ടി അന്ന് നമുക്ക് അനുവാദം തന്നു. പിന്നെ അനുവാദം പോകാനുള്ള കാരണം നമ്മുടെ പ്രശ്നമല്ല, തൃപ്പൂണിത്തറക്കാരാണ് നിർത്തിക്കുന്നത്. 4 കൊല്ലം മുമ്പ് തൃപ്പൂണിത്തറക്കാരൻ കഴിഞ്ഞ കൊല്ലം തൃപ്പൂണിത്തറയ്ക്ക് ഒരു വണ്ടി കയറി 2 പോയി, 2 നിർത്തി. ഈ വിഷമില്ലാത്ത വണ്ടി കയറിയിട്ട് പോയി അവൻ്റെ പ്രശ്നം നമ്മളല്ല, ആരാ ചെയ്യണം പ്രശ്നമാണ്. ഇതാണ് ഇതിൻ്റെ പരമാവധി പ്രഷറും കൊടുക്കുകയാണ്. പടക്കത്തിനും അതെ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അനുഭവമല്ലേ. ഞങ്ങൾ മറ്റേ ജില്ലാ പഞ്ചായത്ത് പോകുമ്പോൾ കൃഷ്ണകുട്ടിയുടെ മന്ത്രി അവിടെ നിൽക്കുന്നുണ്ട്, കലക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്, SP ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, അയൽവറ ചീത്ത പറഞ്ഞു അദ്ദേഹം, എന്തിനാ വേണ്ട നിങ്ങൾ ഈ വേണ്ടാത്തതിനൊക്കെ പോകണം, വല്ല ചൈനീസ് വർക്കോ വല്ലതൊക്കെ പൊട്ടിച്ചാൽ പോരെ ചോദിച്ചു. പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഈ 2 സാറുമാരുടെ ടേബിളിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഇരിക്കുകയാണ്, അവരൊക്കെ തരും. അത്രയും പറഞ്ഞോളൂ, അവർ തരാൻ പറഞ്ഞില്ല. എന്താ അറിയും, വല്ലതും പറ്റി അവരുടെ തലയും പോകും. അവരൊക്കെ തരും പറഞ്ഞിട്ട് അവർ പോവുക ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഏകദേശമൊക്കെ ധാരണ ആയതാണ്. പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല. അതിൻ്റെ കാരണം മറ്റു പലതുമാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. പിന്നെ ആകെ ഒരു എന്താ പറയുക, ഒരു അനുകൂല ഘടകം എന്നുള്ളത് ദേശം ഇത് ഏറ്റെടുത്തു. അതിൽ തർക്കമില്ല. അത് ഏറ്റെടുക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുവരെയുള്ള കുമ്മാട്ടികൾ. ഇവിടെ ഒരു കാര്യം സത്യമാണ്, ഇവിടെ ദേശമാണ് വലുത്. ദേശത്തിന് അതിനേക്കാളും വലുതാണ് ദേശവാസികളുടെ വിശ്വാസം. അതൊക്കെ മേലെയാണ് മന്നത്തമുത്തി. അതുകൊണ്ടാണ് ഈ ഉത്സവങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ആ മന്നത്തമുത്തിയുടെ അനുഗ്രഹം പ്രദീപം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.